ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 22ാമത്തെ റമദാനാണ്. അങ്ങനെ എന്നാലും ഞാൻ അത്താഴത്തിന് എണീറ്റിട്ടുണ്ട്. എണീറ്റ് നേരെ ചെന്ന് ബ്രഷ് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചു. ഇന്ന് ഓൾറെഡി ഞാൻ ലേറ്റ് ആയതിനെ കൊണ്ട് തന്നെ ഫുഡ് കഴിക്കണമെന്ന് എനിക്ക് വീഡിയോ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്നാലും ഞാൻ സുബഹി നിസ്കരിക്കാൻ നിന്നിട്ടുണ്ട്. എന്നിട്ട് നിസ്കരിച്ച് ഞാൻ പോയി കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. കടന്നുറങ്ങി എണീറ്റു. എന്നിട്ട് ഞാൻ വീണ്ടും ബ്രഷ് ചെയ്തു. പിന്നെ ഞാൻ ബെഡ് ക്ലീനാക്കി. ഞാൻ ഇന്നലെ കരുതി വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എൻ്റെ ടേബിൾ ഒന്ന് ക്ലീൻ ആക്കണം എന്നുള്ളത്. ഏറ്റവും വൃത്തികേടായി കിടക്കുകയായിരുന്നു കേട്ടോ, നല്ല വൃത്തികേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ തിരക്കിലാണ്. ഓൾറെഡി ഞാനും ഉമ്മായും കൂടി കൂടിയിട്ട് സ്കൂളിൽ പൂട്ടിയ പിറ്റേ ദിവസം തന്നെ ഇരുന്ന് നമ്മുടെ അലമാരൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ടേബിൾ ഒന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ടേബിളിൽ അത്രയ്ക്ക് ഇങ്ങനെ വൃത്തികേടായി കിടപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നല്ല വൃത്തികേടായി കിടപ്പ്. അങ്ങനെ ഏതായാലും ഞാനിത് ക്ലീൻ ആക്കുന്ന തിരക്കിലാണ്. പിന്നീട് ഞാൻ കിച്ചണിൽ ചെന്നപ്പോൾ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം വെച്ച് നല്ല ക്ലീൻ ആക്കുന്ന തിരക്കിലാണ്. അപ്പോൾ വാപ്പ ഓഫീസിൽ പോകണ മുന്നേ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കിടന്നത് എൻ്റെ ബാഗിലുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ള ഇതിലോട്ടാണ്. അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സംഭവം ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയാം കേട്ടോ. എന്നാലും പിന്നെ ഉമ്മച്ചി പത്തിരി കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. കിടന്നുറങ്ങി എണീറ്റ് 4-4:30 ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നു. എന്നിട്ട് അനിയത്തിൻ്റെ ഒപ്പം വഴക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പോയിട്ട് എൻ്റെ ഈവനിങ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെ എൻ്റെ പരിപാടി മറ്റൊന്നുമല്ല, ചെടികളെ നനയ്ക്കുക. ആകപ്പാടെ കുറച്ച് ചെടികളേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നനച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഉമ്മാക്ക് എന്തെങ്കിലും പണിയെടുത്ത് കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ തരിക്കഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് ഗ്ലാസ്സിൽ പാർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പാർന്നു കൊടുത്ത് കുറച്ച് കഴിഞ്ഞ പാടെ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും തണുത്ത വെള്ളം വെച്ചിട്ടാണ് ഞാൻ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈത്തപ്പഴം തിന്നില്ല. പിന്നെ ഫ്രൂട്ട്സും പൊരിക്കടിയും കാര്യങ്ങളൊക്കെ തിന്നിട്ടുണ്ട്. അതൊക്കെ തിന്ന് കഴിഞ്ഞു. പിന്നെ ഒരു ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡിന് പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു റൈസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും തിന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ വലിയ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഐസ് തിന്നിട്ടുണ്ട്. സംഭവം ഇത് ഈ മറ്റേ ഗ്രേപ്പ് ജ്യൂസാണ്. അത് ഞാൻ ഈ ഐസ് ട്രേയിൽ ആക്കി വെച്ചിട്ട് ഇങ്ങനെ തിന്നലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയത്തിമാരും തിന്നാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമൂലിൻ്റെ ഒരു മാംഗോ ഐസ്ക്രീം തിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. സംഭവം ഞാൻ കുറച്ചാളത്തെ എൻ്റെ ബാഗ് പാക്ക് ചെയ്യേണ്ടത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകാനാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ റമദാൻ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.